بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله مشرف الأيام بعضها على بعض، ومصرف الأحكام بالإبرام والنقض، ومكلف الأنام للقيام بأداء الفرض، ومؤلف الأجسام باعتدال الطول والعرض، الذي لم يتقدم علمه بالأشياء جهالة، ولم تفته حقيقة الأنباء دلالة، ولم تجل لماهيته مقالا، ولا لربوبيته تغيير ولا إزالة. أحمده على استخلاصنا لإيذاء ذكره، واستخصاصنا بإيذاء شكره، وأشهد أن لا إله إلا الله وحده لا شريك له، شهادة من أبصر اليقين بعين البصيرة، وآثر سلوك محجته المنيرة. وأشهد أن محمدًا عبده ورسوله، أرسله عند انتشار الفساد في أقطار البلاد، واستعار العناد في أفكار العباد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد، كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم، وبارك على سيدنا محمد وعلى آل سيدنا محمد، كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. السلام عليك أيها النبي ورحمة الله وبركاته. اللهم يا غني يا حميد يا مبدئ يا معيد يا رحيم يا ودود، أغنني بحلالك عن حرامك، وبطاعتك عن معصيتك، وبفضلك عمن سواك. ബഹുമാനപ്പെട്ട തർജുമാനുൽ ആരിഫീൻ താജുദ്ദീൻ അശ്ശൈഖ് അഹ്മദ് ബിൻ അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഉലൂമിഹി വഅഫാദ അലൈനാ മിൻ ബറകാതിഹി വമിൻ ബറകാതിൽ ഔലിയാഇൽ ഉലമാഇ വസ്സാലിഹീൻ. മഹാനവർകളുടെ ഹിക്കമിലെ 255-ാമത്തെ അതിമഹത്തായ ഹിക്മത്താണ് അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാം ഇന്ന് ഓതുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഹാനവർകൾ പറയുന്നു, അൽ ഫിക്റത്തു സൈറുൽ ഖൽബി ഫീ മയാദീനിൽ അഗ്യാർ. അൽ ഫിക്റത്തു സിറാജുൽ ഖൽബി ഫഇദാ ദഹബത് ഫലാ ഇളാഅത ലഹ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് വളരെ അധികം പല ആയത്തുകളിലായി ഏകദേശം 70ഓളം ആയത്തിൽ ഫിക്ർ എന്ന് പറയുന്ന അതേ പ്രയോഗങ്ങൾ പ്രയോഗിച്ചതായി കാണാം.
അതും അതിൽ നിന്ന് വന്നതായ വാക്കുകളും. അതുപോലെ ചിന്തിക്കാൻ പ്രയോഗിക്കുന്ന പല പ്രയോഗങ്ങൾ കാണാം. നളുറു എന്ന് ഉപയോഗിച്ചത് കാണാം. നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? അഫലാ തഖിലൂൻ, അഫലാ യഖിലൂൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ, അല്ലെങ്കിൽ അവർ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? ഇങ്ങനെ പല ചോദ്യങ്ങളായി ആ 100 കണക്കിന് സ്ഥലങ്ങളിൽ അത് ഉപയോഗിച്ചതായിട്ട് കാണാം. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ഒരു മനുഷ്യനിക്ക് വേണ്ടതുപോലെ ഉൾക്കൊള്ളാനുള്ള ഒരു മാർഗം ഫിക്ർ തന്നെയാണ്. ഏറ്റവും വലിയൊരു മാർഗമാണ് അസ്ലീമാൻ ഉണ്ടാവാൻ പോലും അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തിൽ കൂടെ അള്ളാഹുവിനെ ഉൾക്കൊള്ളുക, മുഅ്ജിസാത്ത് കൊണ്ട് മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ പ്രകടമായ കഴിവുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക. ഇതാണല്ലോ മുഅ്ജിസാത്തിന്റെ ലക്ഷ്യം. അങ്ങനെ അല്ലാഹു തആലാനെ ഉൾക്കൊള്ളുക. ഇതാണ് അമ്പിയാക്കൾ ഞാൻ റസൂലാണെന്ന് വാദിക്കുമ്പോൾ അതിലേക്ക് അവരോട് തെളിവ് ചോദിക്കുമ്പോൾ അവർ ചെയ്യുന്നത്. ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യം എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇപ്പോൾ കാണിച്ചു തരും, അല്ലാഹുവിൻ്റെ കഴിവാണിത് എന്ന് മുഅ്ജിസാത്ത് പ്രകാരം പ്രകടിപ്പിക്കുമ്പോൾ അവനിക്ക് അള്ളാഹുവിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നു, വിശ്വസിക്കുന്നു. അതുപോലെ അല്ലാഹു തആലാന്റെ മഖ്ലൂക്കുകൾ ഓരോന്നിലും ഇറങ്ങിയാൽ അതിൽ കൂടെ എല്ലാം അള്ളാഹുലേക്ക് എത്തിപ്പെടും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളെ അല്ലാഹു തആല ഖൽഖ് ചെയ്തു. രാവുകളും പകലുകളും മാറി മാറി വരുന്നു. അതിൽ കയമ്പുള്ള ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്, ദലീലുകളുണ്ട്, ആയത്തുകളുണ്ട്. എന്നിട്ട് ഉലുൽ അൽബാബ് കയമ്പുള്ളവർ ആരാണെന്ന് വിശദീകരിക്കുന്നു. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഉദാ وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. സൂറത്ത് ആൽ ഇംറാൻ 190-191 ആയത്താണ്. പലപ്പോഴായിട്ട് നാം പറഞ്ഞ ആയത്തുകളാണിത്. അപ്പൊ ആകാശഭൂമികളെ സംബന്ധിച്ച് തഫക്കുർ നടത്തുക. തഫക്കുർ നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പോക്ക് നേരെയായാൽ അവൻ അറിയാതെ പറഞ്ഞു പോകും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക് ഫഖിനാ അദാബന്നാർ. ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടണമെങ്കിൽ അവനിക്ക് തഫക്കുർ വേണം, ഫിക്ർ വേണം. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഫിക്ർ എന്താണെന്ന് വിശദീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫിക്റത്തു സാഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 60 വർഷം ജോലി ചെയ്യുന്നതിന് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ഉത്തമം അല്പസമയം ഫിക്ർ നടത്തലാകുന്നു, ചിന്തിച്ചിരിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മഖ്ലൂഖാത്തിലുള്ള അല്ലാഹു തആലാന്റെ ആ പ്രാവീണ്യം, അതിൻ്റെ കൈഫിയത്ത് എന്തെല്ലാം അതിൽ ഉപയോഗിച്ചു, ഇതെല്ലാം എങ്ങനെയാണ് അല്ലാഹു തആല നിർമ്മിച്ചത്, എവിടുന്ന് അല്ലാഹു ഇത് കിട്ടി, അങ്ങനെ ചിന്തിക്കുമ്പം ആ സൃഷ്ടി വൈഭവം മനസ്സിലാക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. ആ ഒരു സാഅത്ത് ഫിക്ര 60 വർഷം ജോലി ചെയ്ത് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഖൈറാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ
ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, തഫക്കറു സഅതൻ ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നാർ അല്ല തഫക്കറു സഅതൻ ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നാർ ഖൈറും മിൻ ഇബാദി 80 സന. ഈ ഹദീസിൽ 80 സന എന്നുണ്ട്. കഴിഞ്ഞു പോയ ഹദീസിൽ 60 എന്നേ ഉള്ളൂ. ഇഖ്തിലാഫുൽ ലൈലി വന്നഹാറിൽ ചിന്തിക്കുക എന്ന് പറയുന്നത് 80 കൊല്ലം ജോലി ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഖൈറാൻ. ഇങ്ങനെ ധാരാളം വന്നിട്ടുണ്ട്. മഹാനവർകൾ ഇവിടെ പറയുന്നത് അൽ ഫിക്രത്തു, എന്താണ് ഈ ചിന്ത? ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചിന്ത എന്ന് പറഞ്ഞല്ലേ? മഹാന്മാർക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച പദങ്ങൾക്ക് അതിൻ്റെ വ്യാഖ്യാനം അർഹിക്കുന്ന രീതിയിൽ പറയാൻ കഴിയുള്ളൂ. എന്താണ് ഫിക്രത്ത്? അൽ ഫിക്രത്തു, ഫിക്രത്ത് ചിന്ത എന്ന് പറയുന്നത് സൈറുൽ ഖൽബി ഫീ മയാദീനിൽ അയ്യാർ. സൈറുൽ ഖൽബി, കൽബ് സഞ്ചരിക്കലാണ്. അവന്റെ കൽബ്, ഹൃദയം, മനസ്സ് അത് ഓടണം. എവിടെ കിടന്ന് ഓടണം? ഫീ മയാദീനിൽ അഗ്യാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഗൈറാകുന്ന ഈ ഗൈറുകൾക്കുള്ള മൈതാനിയിൽ, സ്റ്റേഡിയങ്ങളിൽ അത് ഓടിക്കളിക്കണം. അല്ലാഹു അല്ലാത്ത വസ്തുക്കള് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നാൽ അത് ഓരോന്നും സ്റ്റേഡിയങ്ങളാണ്. ഒന്ന് മറ്റൊന്നിനോട് അങ്ങനെ ആയി ഒരു സാധനം എടുത്ത് പരിശോധിച്ചാൽ അത് പലത് കൂടിയതായിരിക്കും. ആ ഓരോരോ സാധനങ്ങളും പലത് കൂടിയതായിരിക്കും. അങ്ങനെ അതിൻ്റെതായ നിർമ്മാണം തന്നെ അങ്ങനെയാണ്. അല്ലാഹു തആലാക്ക് മണ്ണ് എന്നാൽ എന്താണ്? എന്തെല്ലാം രാസവസ്തുക്കൾ കൂടിയതാണ്. ആ ഓരോന്നും എങ്ങനെയാണ്, എവിടെയാണ്? അങ്ങനെ ചിന്തിച്ചു പോകുമ്പം ഇത് എവിടുന്ന് വന്നു? ഒറ്റ മറുപടിയേ ഉണ്ടാവുള്ളൂ. അത് അദൃശ്യനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ടുണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ അവനക്ക് ഇതിന്റെ ഉത്ഭവം, അതിന്റെ ഉൽപ്പത്തി കണ്ടെത്താൻ അവനക്ക് സാധ്യമല്ലാതെ വരും. അള്ളാഹുവിനെ മാറ്റി നിർത്തിയും കൊണ്ട് ഒരു സാധനത്തിന്റെയും ഉൽപ്പത്തിയിലേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല. അവൻ പറഞ്ഞു പോകും, അല്ലാഹും റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ, നീയാണ് ഇത് പടച്ചത്, ഇത് വെറുതെ പടച്ചതുമല്ല, ഇതൊരു തമാശയും കളിയുമല്ല, ഇതൊരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് എന്നതിലേക്ക് എത്തിപ്പെടണം. മയാദീനുൽ അഗയ്യാറിൽ ഹൃദയത്തെ അങ്ങനെ ഓട്ടണം. ഏതെങ്കിലും ഒരു വയറെടുത്തു, അള്ളാഹു അല്ലാത്ത വസ്തുവിനെടുത്തു, എന്നിട്ട് അത് അള്ളാഹ്ക്ക് എവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ ഇത് എവിടുന്ന് വന്നു, അതിൻ്റെ സ്വഭാവങ്ങൾ എന്തെല്ലാമാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, അതിൻ്റെ വിശേഷണങ്ങളിലൊക്കെ എന്തൊക്കെ, അങ്ങനെ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നാൽ അതിൽ അവൻ ഗവേഷണം ചെയ്ത് കഴിയുമ്പോൾ, ഫിക്രത്തിന്റെ ഗവേഷണ, വിശദമായ ഗവേഷണം, ആ ഗവേഷണം ചെല്ലുമ്പോൾ അവനിക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. അള്ളാഹുവിനെ പൂർണ്ണമായി കണ്ടെത്താനുള്ള മാർഗം ഗവേഷണമാണ്. ആ ഗവേഷണത്തിനേക്കാണ് ഇവിടെ ഫിക്രത്ത് എന്ന് മഹാന്മാർ ഉദ്ധരിച്ചിട്ടുള്ളത്. ആ ഫിക്രത്ത് എവിടെയാണ്? ഫിക്രത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിലല്ല, അള്ളാഹുവിൻ്റെ സിഫാത്തിലല്ല. അവൻ ഫിക്രത്ത് നടത്തേണ്ടത് അള്ളാഹുവിൻ്റെ മഖ്ലൂക്കിലാണ്, അള്ളാഹുവിൻ്റെ ആസാറിലാണ്. ആ ആസാറിലുള്ള ഫിക്രത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മായിലേക്ക് എത്തിപ്പെടണം. അസ്മായിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔസാഫിലേക്ക് എത്തിപ്പെടണം. ഔസാഫിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദാത്തിലേക്ക് അവൻ എത്തിപ്പെടും.
അപ്പോൾ പൂർണ്ണമായി അല്ലാഹു തആലാനെ അവൻ ദലീൽ കൊണ്ട് ഉൾക്കൊള്ളുന്നതിന്റെ പുറത്ത് അവൻ മുശാഹദയിലേക്ക് അയ്യാനിലേക്ക് എത്തിപ്പെടും. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ 244-ാമത്തെ ഹിക്മത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ദല്ല ബിവുജൂദി ആസാരിഹി അലാ വുജൂദി അസ്മാഇ വബിവുജൂദി അസ്മാഇഹി അലാ സുബൂതി ഔസാഫി വബിസുബൂതി ഔസാഫിഹി അലാ വുജൂദി ദാതിഹി ഇത് മുഹാലുൻ അൻ യഖൂമൽ വസ്ഫു ബിനഫ്സിഹി. വിശാലമായ 244-ാമത്തെ ഹിക്മത്തിൽ അതാണ് പറയുന്നത്. അങ്ങനെ ആസാറിൽ നിന്ന് അസ്മായിലേക്കും അസ്മായിൽ നിന്ന് ഔസാഫിലേക്കും ഔസാഫിൽ നിന്ന് ദാത്തിലേക്കും എത്തിപ്പെടും. അതിനേക്കുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഫിക്റത്ത്. അത് അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തിൽ കൂടെ തന്നെ ആയിരിക്കണം. അതിനേക്ക് മനസ്സിലേക്ക് നല്ല ഫറാഗ് കൊടുക്കണം. മനസ്സിനെ അതിലായിട്ട് അവൻ ലയിപ്പിച്ച് ചേർത്തണം. മറ്റുള്ള എല്ലാ ചിന്തകളെയും ഒഴിവാക്കി ഓരോരോ വസ്തുക്കളെ പറ്റി പ്രത്യേകമായി ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവനിക്ക് അള്ളാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയും. മറ്റൊന്നിനെയും ഖാലിക്കായി അവർക്ക് സമ്മതിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇതിനൊരു ഖാലിക്ക് ഇല്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തൂല. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയോട് അത്താഅ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഖ്ബിരീനി ബിഅഅ്ജബ മാ റഅയ്തി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വക്കൽ നിന്ന് നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായത് ഒന്ന് പറഞ്ഞു തരുമോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വഅയ്യു ശൈനിഹി ലം യകുൻ അജബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈനിൽ വെച്ച് കാര്യങ്ങളിൽ വെച്ച് അത്ഭുതമല്ലാത്തത് വല്ലതുമുണ്ടോ? നബിയുടെ ജീവിതം മുഴുവനും അത്ഭുതമല്ലേ? എന്നാലും ഏറ്റവും അത്ഭുതമായത് ഞാൻ പറഞ്ഞു തരാം. നബിന്റെ ജീവിതത്തിൽ തമാശയായിട്ട് കളിയായിട്ട് ഒന്നുമില്ല. ഓരോരോ ഹർക്കത്ത് സകനാത്തുകളും അത്ഭുതമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ പറയുന്നത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അഅ്ജബ് പറഞ്ഞു കൊടുക്കുകയാണ് ഏറ്റവും അത്ഭുതകരമായത്. ഇന്നഹു അതാനി ലൈലതൻ. അഅ്ജബ് ഏറ്റവും ആകർഷണീയമായത്, ഏറ്റവും ചിന്താപരമായ സംഭവം, ഖരീബായ സംഭവം. എന്താണത്? ഒരു രാത്രി നബി തങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എൻ്റെ കൂടെ എൻ്റെ വിരിപ്പിൽ തന്നെ നബി തങ്ങൾ ഉറങ്ങി കിടന്നു. അതിൻ്റെ ഇടയിൽ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ദരീനി അതഅബ്ബദു ലിറബ്ബി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പുതപ്പിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടന്നു. പിന്നെ റസൂലുള്ളാഹി പറയുന്നു, നീ എന്നൊന്ന് വിട്, ഞാൻ എൻ്റെ റബ്ബിനിക്ക് കുറച്ച് ഇബാദത്ത് ചെയ്യട്ടെ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റു. റസൂലുള്ളാഹി തങ്ങൾ വുളു എടുത്തു. സുമ്മ ഖാമ യുസല്ലി. റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുന്നവരായി നിന്നു. ഫബക്കാ. അങ്ങനെ ഖിയാമിൽ റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞു. ഹത്താ സാലത്ത് ദുമുഉഹു അലാ സദ്രി. നബി തങ്ങളെ നെഞ്ഞിൽ കൂടെ കണ്ണുനീർ ഒഴുകുന്നത് വരേക്കും അങ്ങനെ കരഞ്ഞുകൊണ്ട് നിസ്കരിച്ചു. സുമ്മ റകഅ. റസൂലുള്ളാഹി തങ്ങൾ റുകൂ ചെയ്തു. ഫബക്കാ. റുകൂൽ നബി തങ്ങൾ കരഞ്ഞു. സുമ്മ സജദ. റസൂലുള്ളാഹി തങ്ങൾ സുജൂദ് ചെയ്തു. ഫബക്കാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. സുമ്മ റഫഅ റഅസഹു ഫബക്കാ. പിന്നെ സുജൂദിൽ നിന്ന് തല ഉയർത്തി. പിന്നെയും റസൂലുള്ളാഹി തങ്ങൾ കരയുകയാണ്. ഫലം യസൽ കദാലിക ഹത്താ ജാഅ ബിലാലുൻ. സുബൈക്ക് ബിലാൽ നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നത് വരേക്കും ഇങ്ങനെ തന്നെ ഖിയാമ്, റുകൂഅ്, സുജൂദിന്റെ ഇടയിൽ ഇരുത്തം, പിന്നെയും ഖിയാമ്, ഇങ്ങനെ അതിലെല്ലാം കരഞ്ഞുകൊണ്ടുള്ള ദീർഘമായ നിസ്കാരം റസൂലുള്ളാഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു.
ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിസ്കാരത്തിലേക്ക് വിവരം അറിയിച്ചു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ യുബ്കീക് വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. എന്തിനാണ് നബിയെ തങ്ങൾ കരയുന്നത്? തങ്ങളോട് ഈ ദുനിയാവിലും ആഖിറത്തിലും യാതൊരു ഹിസാബുമില്ലല്ലോ, ഹിസാബ് എടുക്കപ്പെടുന്ന ഒരു സംഭവം തങ്ങളുടെ മക്കളിൽ നിന്നുണ്ടായിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് തങ്ങൾ ഇങ്ങനെ ബേജാറായി കരയുന്നത്? ഖാലാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഫലാ അകൂന അബ്ദൻ ശകൂറാ വലിമ ലാ അഫ്അലു ഖദ് ഉൻസില അലയ്യ ഹാദിഹിൽ ലൈല ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് ഇലാ ഖൗലിഹി സുബ്ഹാനക വഖിനാ അദാബന്നാർ. റസൂലുള്ളാഹി പറയാണ്, ഈ ആയത്ത് എൻ്റെ മേൽ ഇറങ്ങുന്ന രാത്രി ഇറക്കപ്പെട്ടിട്ടുണ്ട്, പിന്നെ എങ്ങനെ ഞാൻ ചിന്തിച്ച് കരയാതിരിക്കും? റസൂലുള്ളാഹി പറയാണ്, വൈലുൻ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഈ ആയത്ത് ഓതി എന്നിട്ട് അതിൽ പറഞ്ഞ ആശയങ്ങളിൽ ഒരാൾ ചിന്തിക്കുന്നില്ലേ, അവനിക്കാണ് എല്ലാവിധ നാശവും. അപ്പൊ ഈ ഒരു തഫക്കുർ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മഖ്ലൂഖാത്തിലുള്ള ചിന്തകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ സിഫാത്തിലേക്കും സിഫാത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അസ്മായിലേക്കും അസ്മായിൽ നിന്ന് സിഫാത്തിലേക്കും സിഫാത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഔസാദാത്തിലേക്കും എത്തിപ്പെടാനുള്ള ഈ ചിന്ത, അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. അതിലാണ് മഹാന്മാരെല്ലാം അവരുടെ ടൈം കാര്യമായി ചെലവഴിച്ചിരുന്നത്. അഖിയാറിലാണ് ചിന്തിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദാത്തിലേക്ക് നേരിട്ട് ചിന്തിക്കാൻ പോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളെല്ലാം ദുറുൽ മൻസൂറിൽ നോക്കിയാൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗം ആളുകളെ കണ്ടു. അവർ ആരും ഒരു സംസാരവും സംസാരിക്കുന്നില്ല, എല്ലാവരും മൗനികളാണ്. ആരും ആരോടും മുണ്ടാതെ എല്ലാവരും ഒരൊറ്റ ഇരുത്തം ഇരിക്കുന്നു. ഒരാളും മുണ്ടാതിരിക്കുന്നതായി കണ്ടു. നബി തങ്ങൾ ചോദിച്ചു, മാലക്കും, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആരും മുണ്ടണില്ലല്ലോ, എല്ലാവരും വല്ലാത്തൊരവസ്ഥയിലാണ്, എന്താ നിങ്ങൾക്ക്? ഫഖാലു നതഫക്കറു ഫിൽ ഖാലിഖ്, ഞങ്ങൾ ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ സംബന്ധിച്ച് അല്ലാഹുവിലുള്ള ചിന്തയിലാണ്. ഖാല, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തഫക്കറു ഫീ ഖൽഖിഹി വലാ തഫക്കറു ഫിൽ ഖാലിഖി. നിങ്ങൾ ഖാലിഖായ നിലക്കുള്ള ചിന്ത ചിന്തിക്കണ്ട, ഖാലിഖിന്റെ പടപ്പുകളിൽ ചിന്തിച്ചോളി. ഖാലിഖിൽ നിങ്ങൾ ചിന്തിക്കണ്ട, കാരണം ഖാലിഖ് അർഹിക്കുന്ന നിലക്കുള്ള സ്ഥാനമാനങ്ങൾ നൽകാൻ. ഫഇന്നകും ലാ തഖ്ദിറൂന ഖദ്റഹു, അല്ലാഹു തആലാന്റെ ഖദ്റിനെ കണക്കാക്കിയും കൊണ്ട് പ്രത്യേകമായി കണക്കാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഒരാഴത്തിൽ കാണാം തഫക്കറു, വേറെ ഹദീസിൽ കാണാം തഫക്കറു ഫി ആലാഇല്ലാ വലാ തഫക്കറു ഫില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അനുഗ്രഹങ്ങളിൽ ചിന്തിച്ചോളി. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ദാത്തിൽ നിങ്ങൾ ചിന്തിക്കണ്ട. കാരണം അല്ലാഹുവിൻ്റെ ദാത്ത് ഗവേഷണ വിധേയമാക്കാൻ പറ്റൂല. ഒരു സാധനത്തെ സംബന്ധിച്ച് ഗവേഷണ വിധേയമാക്കണമെങ്കിൽ ആ വസ്തു എന്താ നമ്മളെ കയ്യിലെത്തണ്ടേ? ലാ തുദ്രികുൽ അബ്സാർ വഹു യുദ്രികുൽ അബ്സാർ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലുള്ള വസ്തുക്കൾ അത് അള്ളാഹുവിൻ്റെ ആസാറുകളാണ്, ഖൽഖുകളാണ്. അതിൽ കൂടെ അള്ളാഹുലേക്ക് എത്തിക്കൂടി. മനാത്തിക്കത്ത് പറയുന്ന മാതിരി മഅലൂമിൽ നിന്ന് മജ്ഹൂലിലേക്ക് എത്തിപ്പെടണം. അള്ളാഹു മജ്ഹൂലല്ല, മഅലൂമ് തന്നെയാണ്. എന്നാലും ആ മഅലൂമിന്റെ കുൻഹ് മജ്ഹൂലാണ്. ആ കുൻഹിൽ നിങ്ങൾ ചിന്തിക്കണ്ട. അള്ളാഹു മഅലൂമായത് അവന്റെ സിഫാത്തുകളെ കൊണ്ടും അസ്മാകളെ കൊണ്ടുമാണ്. ആ മഅലൂമിൽ ചിന്തിച്ച് അള്ളാഹുലേക്ക് എത്തിപ്പെട്ടോളി.
അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദാത്തിൽ ചിന്തിക്കാൻ. വമ്മൽ ഫിക്റതു ഫീ ദാത്തില്ലാഹി തആലാ ഫലാ സബീല ഇലൈഹാ. ദാത്തുള്ളയിൽ ചിന്തിക്കാൻ യാതൊരു മാർഗവും തന്നെ ഇല്ല. അത് എത്ര വലിയ ആരിഫാണെങ്കിലും ഇല്ല. ആദ്യമായി ദാത്തല്ലാത്ത അള്ളാഹുവിൻ്റെ മഖ്ലൂക്കുകളിൽ നിന്ന് അസ്മായിലേക്ക്, അസ്മായിൽ നിന്ന് ഔസാഫിലേക്ക്, ഇവിടെ എല്ലാം എത്തിപ്പെടാം. ഇതെല്ലാം ചിന്താവിഷയമാക്കി മാറ്റാം. 244 ഹിക്മത്തിൽ മഹാനവറുകൾ പറഞ്ഞു, രണ്ട് വിധേനയുണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സാലിക്കീങ്ങൾ. അവരുടെ വഴി അടിയിൽ നിന്ന് മേപ്പോട്ട് കയറിപ്പോവലാണ്. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട് മജ്ദൂബീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ച് വലിച്ച് നേരിട്ട് ദാത്തിന്റെ മുശാഹദയിലേക്ക് എത്തിക്കുന്നവർ. ആ മുശാഹദയിൽ എത്തിയവർ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദാത്തിലേക്ക് എത്തിയതിന്റെ ശേഷമാണ് അല്ലാഹുവിന്റെ ഔസാഫുകൾ അവതരിപ്പിക്കുന്നത്. ആ ഔസാഫിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആസാറിലേക്ക് എത്തുന്നത്. എന്നാലും ഉണ്ടാകുന്ന ഫിക്ർ ഔസാഫിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്, ദാത്തിൽ നിന്നല്ല. ദാത്തിൽ ചിന്തിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ദാത്തുള്ളയിൽ ചിന്തിക്കാൻ ഒരു ആരിഫിനെ കൊണ്ടും സാധ്യമല്ല. എത്ര വലിയവർക്കും അള്ളാഹുവിന്റെ ഔസാഫിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. മുശാഹദന്റെ സമയത്ത് പോലും ദാത്തിനെ തഫക്കുറിന് വിധേയമാക്കാൻ സാധ്യമല്ല. മുശാഹദയെ അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകാവട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഷ്റഫുൽ മജാലിസി വഇലാഹ അൽ ജുലൂസു മഅൽ ഫിക്റതി ഫീ മൈദാനി തൗഹീദ്. മജാലിസുകളിൽ വെച്ച് ഏറ്റവും വലിയത്, അതിൽ വെച്ച് ഏറ്റവും ഉയർന്നത് തൗഹീദാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദാത്തിന്റെ ഏറ്റവും വലിയ സിഫത്ത്, ആ തൗഹീദാകുന്ന മൈദാനിയിൽ ചിന്തിക്കലാകുന്നു. എന്താണ് അല്ലാഹു തആലാന്റെ ഈ ഏകത്വം? ഒരു മനുഷ്യനിക്ക് പിടിച്ചാലും ചിന്തിച്ചാലും പിടുത്തം കിട്ടാത്ത ഒന്നാണ്. നളീറില്ല, ശരീക്കില്ല. അതെല്ലാം തൗഹീദിന്റെ വശങ്ങളാണ്. എന്നാൽ ഛേദിക്കാൻ പറ്റുന്ന ഒരു വസ്തുവല്ല, പലത് കൂടിയതല്ല, വാഹിദാൻ. നമ്മുടെ മനുഷ്യന്റെ പരിധിയിൽപ്പെട്ട ഏതും പലത് കൂടിയതാണെങ്കിൽ, ജിസ്മുകളാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം മനുഷ്യന്റെ കഴിവ് ദൃഷ്ടിയിൽ, മനുഷ്യന്റെ ചിന്തയിൽപ്പെടുന്ന റൂഹ് പോലെയുള്ള വസ്തുക്കളാണെങ്കിൽ പോലും പലത് കൂടിയതാണ്, വിശാലതയുള്ളതാണ്. നമുക്ക് മക്കാന് വേണം, സ്ഥലം വേണം, നിസ്ബയുണ്ട്, ഇറങ്ങിച്ചെല്ലാൻ നിൽക്കാനൊരു സ്ഥലം വേണം, അതിനിക്ക് ഹയ്യിസ് വേണം. ഇതൊന്നുമില്ലാത്ത അല്ലാഹു തആലാന്റെ ആ തൗഹീദിന്റെ ആ വലിയ സ്റ്റേഡിയത്തിൽ ചിന്തിക്കലാണ് ഏറ്റവും വലിയ അറിവ്, ഏറ്റവും വലിയ മജ്ലിസ്. ബഹുമാനപ്പെട്ട ബിൻ അത്താഇല്ലാഹി സിക്കന്ദരി തുടർന്ന് പറയുന്നു, അൽ ഫിക്റതു സിറാജുൽ ഖൽബി ഫഇദാ ദഹബത് ഫലാ ഇളാഅത ലഹാ. ഫിക്റത്ത് എന്നത് ഹൃദയത്തിന്റെ വിളക്കാണ്. വല്ലാത്ത പ്രയോഗമാണ്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിളക്ക്, അതിൽ നൂറ് കൊളുത്തുന്ന സാധനം, അതിൽ ഇരുട്ടിനെ ഒഴിവാക്കുന്ന വെളിച്ചം കൊടുക്കുന്നത് ഫിക്റത്താണ്. ഫൈദാ ദഹബത്ത്, ഫിക്റത്ത് പോയാൽ ഫലാ ഇളാഅത ലഹാ, കൽബിനിക്ക് കൽബിന്റെ ലൗഗ് നഷ്ടപ്പെട്ടു പോകും, പ്രകാശമില്ലാതെയായി വരും. കൽബിന്റെ ഉള്ളിൽ വെളിച്ചം കൊടുക്കണം.
ആ വെളിച്ചത്തിൽ നിന്ന് ബാക്കിയുള്ള ഓരോ അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ മുസ്ലിങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ കലാമുകളെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാം അജായിബിലേക്ക് അവർക്ക് കടന്നു പോകണമെങ്കിൽ അവിടെ വെളിച്ചം വേണം. ആ വെളിച്ചത്തിനിക്ക് അവൻ തീ കൊളുക്കണം, വെളുക്കിനിക്ക് തീ കൊളുത്തണം. ആ തീയാണ്, ആ വെളിച്ചമാണ് ഫിക്രത്ത്, ചിന്ത. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, അള്ളാഹുവിനെ വേണ്ടതുപോലെ ഉൾക്കൊള്ളണമെങ്കിൽ അവൻ സ്വയമായി വാഴ്ന്നുകൾ കേൾക്കലോ അല്ലെങ്കിൽ മുത്താലവ ചെയ്യലോ പോരാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അവനൊന്ന് ചിന്തിച്ചിരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ ഒരു ഗവേഷണം വിശാലമായി ചെയ്യേണ്ടതുണ്ട്. ഓരോന്നിൻ്റെയും ഉള്ളിലേക്ക് വിശാലമായി ചെല്ലണമെങ്കിൽ അവർക്ക് വ്യക്തമായ അറിവുകൾ വേണം, എല്ലാവിധ അറിവുകളും വേണം. വെറുതെ പൊട്ടനായി ഒന്നുമില്ലാതെ ആലോചിച്ചിരിക്കുക എന്ന് പറയുന്ന ഇവിടെയും എത്താത്തൊരു ആലോചന പോരാ. വ്യക്തമായി ഓരോന്നിനെ സംബന്ധിച്ചും അറിവോട് കൂടെ അവൻ മുന്നോട്ട് പോകണം. ഗവേഷണത്തിലേക്കായിരിക്കണം അവൻ ചെയ്യേണ്ടത്. അങ്ങനെ ഗവേഷണം ചെയ്യുമ്പോൾ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഈ വിഷയത്തിലേക്ക് മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി പല ഹിക്മത്തിലായി വിശദീകരിച്ചിട്ടുണ്ട്. 12ാമത്തെ ഹിക്മത്തിലും ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം നോക്കി വേണ്ടതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായി ഉൾക്കൊള്ളാം. നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.